പോയ ഒരു കാലം. പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ ലോകത്തെ വല്ലാതെ ഗ്രസിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു ദുഃഖകരമായ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മളെപ്പോലെ രാത്രിയിൽ കിടന്നുറങ്ങിയ നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ കുഞ്ഞുങ്ങൾ, സഹോദരന്മാർ, സഹോദരിമാർ രാത്രി ഉറക്കത്തിൽ തന്നെ മലവെള്ളം പാഞ്ഞു വന്ന്, മണ്ണിടിഞ്ഞു വന്ന് നിലയില്ലാ കയത്തിലേക്ക്, മരണത്തിലേക്ക് ഒഴുകിപ്പോയി. ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം അത് വയനാടിന്റെ ദുരന്തമാണ്, അത് വയനാടിന്റെ പ്രകൃതിയുടെ പ്രത്യേകതയാണ്. അല്ല സ്നേഹിത, നമ്മുടെ തലയ്ക്ക് മുകളിൽ മുല്ലപ്പെരിയാർ എന്നൊരു ഡാം ഉള്ളത് നമ്മൾ ഓർക്കുന്നുണ്ടോ? ആ ഡാം 100 വർഷത്തിലധികം കഴിഞ്ഞ ചൊക്കി കൊണ്ട്, ചുണ്ണാമ്പ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ ഒരു താൽക്കാലിക ഡാമാണ്. അതിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായി. പക്ഷെ രാഷ്ട്രീയ പാപ്പരത്വമുള്ള നിലപാടെടുക്കുവാൻ കഴിയാത്ത നമ്മുടെ സമൂഹം അതിന്റെ അകത്ത് അത് പൊളിച്ചു മാറ്റി മറ്റൊന്ന് പണിയേണ്ടതിന് സാധിക്കാതെ വല്ലാതെ നട്ടം തിരിയുകയാണ്. ഏത് നിമിഷവും അത് അടർന്നു വീണാൽ അത് ഇടുക്കി ഡാമിലേക്ക് ആ വെള്ളം പാഞ്ഞുകുത്തി വരും. അത് പാഞ്ഞൊഴുകി വരുന്ന ദേശത്തെ സകല കുടുംബങ്ങളും സകല വ്യക്തികളും അവസാനിക്കും. ഇടുക്കി ഡാമിലേക്ക് വരുമ്പോൾ അത് ഇടുക്കിയെ പറഞ്ഞു നിർത്തുന്ന 3 കെട്ടുകളെ തകർത്തുകൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ മധ്യഭാഗമാകുന്ന എറണാകുളത്തെ, തൃശൂരിനെ, ആലപ്പുഴയെ, ഇടുക്കിയുടെ മേഖലകളെ, കോട്ടയത്തിന്റെ സകല മേഖലകളെയും തകർത്തുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതങ്ങളെ കവർന്നെടുക്കുമെന്ന് ഇതിന്റെ പഠനങ്ങൾ തന്നെ പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് പുകഴുവാനൊന്നുമില്ല. ഞങ്ങൾ ഈ പ്രഭാഷണത്തിലൂടെ നടത്തുമ്പോൾ ചില ആളുകളുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ വരുന്നുണ്ട്. ഇതൊരു മതപ്രഭാഷണമാണ്, മതം മാറ്റേണ്ടതിന് നടക്കുന്ന ചില ആളുകളുടെ പ്രഭാഷണമാണ് എന്നൊരു ചിന്തയുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്നേഹിത, മരണത്തിന് എവിടെയാണ് മതം? നമ്മുടെ സുനാമി നടന്നപ്പോൾ, നമ്മുടെ കൊറോണ ഇവിടെ സംഭവിച്ചപ്പോൾ, 2018 ജലപ്രളയം ഇവിടെ നടന്നപ്പോൾ മതമുണ്ടായിരുന്നോ? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവന്റെ മതമാരെങ്കിലും ചോദിക്കുമോ? വിശപ്പുള്ളവൻ മതം ചോദിക്കില്ല. വിശപ്പിന് ഭക്ഷണം കൊടുക്കുന്നവൻ മതം ചോദിക്കില്ല. വഴിയോരത്തൊരുത്തൻ അപകടത്തിൽ പെട്ടുകിടന്നാൽ അവന്റെ മതം ചോദിക്കത്തില്ല. അവനെ എടുക്കാൻ വരുന്നവന്റെ മതം ചോദിക്കുമോ? ആശുപത്രിയിൽ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ രക്തം വേണമെന്ന് പറഞ്ഞാൽ രക്തം കൊടുക്കുവാൻ വന്നവന്റെ മതം ചോദിക്കത്തില്ല. അതേ ചികിത്സിക്കുന്ന ഡോക്ടറിന്റെ മതം ചോദിക്കുമോ? പുഴയ്ക്കും മഴയ്ക്കും മതമുണ്ടോ? സൂര്യനും ചന്ദ്രനും മതമുണ്ടോ? ഇവിടുത്തെ മനുഷ്യൻ മാത്രം മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം, മരണമെന്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ മതത്തിന്റെ എല്ലാ ചങ്ങലകളും പൊട്ടിവീഴും. ഇവിടെ നമുക്കറിയാം, കൊറോണയുടെ കാലഘട്ടത്തിൽ ഇവിടുത്തെ